മരത്തുമെന്ന് ഇതേപോലെ പഴുത്ത ഫ്രൂട്ട്സ് ഒക്കെ പറിച്ചിങ്ങനെ കഴിക്കാൻ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ല, അതിൽ പെട്ടൊരു ആഗ്രഹമാണ് കേട്ടത്. ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള ഒരു തോട്ടത്തിൽ പോയിട്ട് ഫ്രൂട്ട്സ് ഇങ്ങനെ മരത്തുമെന്ന് അറുത്ത് കഴിക്കണം എന്നുള്ളത്. എനിക്ക് എന്താ അറിയില്ല, അങ്ങനെ ഒരു ഭ്രാന്താണ്ടോ. പക്ഷേ ചെടി വാങ്ങാൻ പോകുന്ന ടൈമിലൊക്കെ എൻ്റെ കയ്യിൽ കിട്ടുന്ന ഫ്രൂട്ട്സിൻ്റെ തൈയൊക്കെ ഞാൻ വാങ്ങും. ഞങ്ങൾ വേങ്ങക്കുന്നുണ്ടോ വാങ്ങല്. ആളത് അതേപോലത്തെ 3-4 ഐറ്റം ചെടി വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ കുറേ ചട്ടികളും വാങ്ങിയിട്ടുണ്ടായിട്ടോ. അവിടെ ചെന്ന് തൈകളും ചെടികളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനാണ് മറക്കും. അപ്പോൾ ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കാൻ മറന്നു. ഇനി ഏതൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. ഞാൻ വാങ്ങിയതൊരു മൂച്ചയുണ്ടോ, അതിങ്ങനെ കാഴ്ച നിൽക്കണപ്പോൾ എനിക്ക് വാങ്ങാൻ തോന്നി, അങ്ങനെ ഞാനത് വാങ്ങി. അനുവിനെ സ്കൂളിൽ നിന്ന് വിളിച്ച് നേരെ ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. അത് വാങ്ങി തിരിച്ച് പെരയിൽ വന്നിട്ട് ഞാൻ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് സ്ക്വാഷ് ഉണ്ടാക്കണം. ഇത് ജ്യൂസ് മുന്തിരി ആയതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ കഴിക്കൽ നടക്കൂല. അപ്പോൾ അത് വെച്ചിട്ട് സ്ക്വാഷ് ഉണ്ടാക്കിയാൽ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടക്ക് വെള്ളം ഉണ്ടാക്കി കുടിക്കാമല്ലോ. മുന്തിരി വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി, ഇപ്പോഴാണ് ഇത് പുറത്ത് ചാടുന്നുണ്ട്. അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൊറിയറുകാരൻ വന്നിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചത്. അപ്പം നേരെ അത് വാങ്ങാൻ വേണ്ടി പോയി. ഒരു കൊറിയർ അല്ല, ഇന്നത്തെ ദിവസം നമുക്ക് 2 കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് രാവിലെ വന്നിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഇതെന്താന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ലിവിംഗ് റൂമിൽ നമ്മൾ വെച്ചിട്ടുള്ള ഈ ഒരു പ്ലാന്റുകൾ മൊത്തത്തിൽ ഇങ്ങനെ പല പല ബോട്ടിലുകളാണോ. അപ്പോൾ അതാ ഇതേപോലെ ഒരേ ടൈപ്പ് ബോട്ടിൽ വെക്കണമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കണു. അതിന് വേണ്ടിയിട്ട് വാങ്ങിയാണ്ടോ. അത് കോംബോ ആയിട്ട് 4 പീസ് വരുന്നുണ്ട്, ചെറിയ റേറ്റേ വരുന്നുള്ളൂ. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തത് കാണിച്ചു തരാം. ബാക്കിലുള്ള ആ ഫ്രെയിമൊക്കെ മാറ്റി ഇതിൽ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഈ ഗ്ലാസ് ബോട്ടിലിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാം. പിന്നെ അത് നമ്മളെ മുന്തിരി ഇവിടെ സെറ്റ് ആക്കി എടുത്തുകൊണ്ട് നല്ല തിക്കായിട്ട് വന്നിക്കണം. ഇനി ഇതാക്കിയേക്കാൻ നമുക്ക് ബോട്ടിൽ വേണ്ട. അപ്പോൾ അതാ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കൊറിയർ ഇതാണ് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അതേപോലെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ അടിപൊളിയാണ് ഈ ഒരു ബോട്ടിൽ. ഇത് ഗ്ലാസ് ആണ് വരുന്നത്. ഒരു 500 ml ഒക്കെ ഇതേപോലെ 2 ബോട്ടിലാണ് ഞാൻ വാങ്ങിയത്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്, അതുകൊണ്ട് തന്നെ ഇതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാൻ പറ്റൂല. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റ പേജ് ചെക്ക് ചെയ്താൽ മതി. ഈ ഒരു ബോട്ടിലിന്റെ റിവ്യൂ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ട് ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. നല്ലതാണ്. അതായത് 2 എണ്ണമാണ് ഞാൻ വാങ്ങിയത്. 2നും കൂടി 200 സംതിങ് ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ റൈറ്റാണ്. ഇത് ജ്യൂസാണ് കേട്ടോ. പഠിച്ചതിൽ നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി വന്നത് ഞാൻ അതേപോലെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് പാലൊഴിച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ, പിന്നെ ഇതേപോലെയുള്ള എന്തെങ്കിലും സ്ക്വാഷ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കാനൊക്കെ നല്ല ഉഗ്രൻ ഐറ്റമാണ്. പിന്നെ തൈര് അങ്ങനത്തെ എന്ത് ഐറ്റംസ് ആണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ഉപകാരമായിട്ട് തോന്നിയിട്ട് എനിക്ക് ഇതേപോലെ ഗ്ലാസിൻ്റെ ഐറ്റംസും സെറാമിക്കിൻ്റെ ഐറ്റംസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ 2 കൂടി എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കണ്ടേ. ജ്യൂസ് ഞങ്ങൾക്ക് രാത്രി തന്നെ കുടിക്കാനുള്ളതാണ്. പിന്നെ ഈ സ്ക്വാഷിൻ്റെ കാര്യം ഞങ്ങൾ ഏകദേശം 2-3 ദിവസത്തിനുള്ളിൽ തീരുമാനമാക്കൂട്ടോ. പിന്നെ നല്ല പഴുത്ത ചക്ക ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ അനുമോന് രാത്രി കിടക്കാൻ നേരത്തേക്ക് വെള്ളം വേണമെന്നതാ ഞങ്ങൾ കുടി തുടത്തി. വെള്ളം ഉണ്ടാക്കി കുടി കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള ഓർമ്മ. അപ്പോൾ അടുത്ത വീഡിയോയിൽ എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ പറയാം.